അങ്ങനെ വാർത്തകളിലേക്ക് നമ്മൾ തിരിച്ചു വരികയാണ്. പ്രേക്ഷകരെല്ലാം രാവിലെ തന്നെ ഗുഡ് മോർണിംഗ് പറയുന്നു. എന്തായി ആനയുടെ കാര്യം? ഇന്നലെ തന്നെ വെടിവെക്കുമെന്ന് പറഞ്ഞിട്ട് എന്തായി എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പ്രിയ സുഹൃത്തുക്കളെ, ഈ വെടിവെക്കുക എന്ന് പറയുന്നത് ഇതൊന്നും നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നവരുടെ കയ്യിലല്ലല്ലോ. വനം വകുപ്പിൽ വെടിയുതിർക്കാനുള്ള പ്രത്യേക ആൾക്കാരൊക്കെ ഇല്ലേ, അവരാണല്ലോ ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുക. അപ്പോൾ എത്രയും പെട്ടെന്ന് ഈ പറഞ്ഞ ദൗത്യം വിജയിക്കട്ടെ എന്ന് തന്നെയാണ് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത്. അവിടുത്തെ ജനങ്ങൾക്ക് മനസ്സമാധാനം ഉണ്ടാവട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. അപ്പോൾ നമ്മുടെ അരുൺ അമൃതനാഥ് ബാവലിയിലും രാഹുൽ കെ വി മണ്ണുണ്ടി കോളനിയിലുമുണ്ട്. മാതൃഭൂമിയുടെ സംഘം സർവ്വസജ്ജമായി അവിടെ നിലകൊള്ളുന്നുണ്ട്. നിങ്ങളിലേക്ക് എല്ലാ വിവരങ്ങളും തത്സമയം എത്തിക്കാനായിട്ട് നമുക്ക് അരുൺ അമൃതനാഥിലേക്ക് തന്നെ പോവാം. ബാവലിയിലുണ്ട് അരുൺ. ഇപ്പോൾ കുങ്കിയാനകളൊക്കെ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്, ഉദ്യോഗസ്ഥരൊക്കെ തന്നെ വന്നെത്തിയിട്ടുണ്ട്, ട്രാക്കിംഗ് ആരംഭിക്കുകയാണ്. എന്താണ് ഇവിടുത്തെ ഏറ്റവും പുതിയ വിവരങ്ങൾ? മോത്തി, കുങ്കി ആനകൾ ഇന്നലെയും ഈ ബാവലിയിലെ ഫോറസ്റ്റ് ഡിപ്പോയിലാണ് ഉണ്ടായിരുന്നത്. ഇന്നലെ ദൗത്യത്തിനായി അവരെ ഈ ഉൾവനത്തിലേക്ക് കൊണ്ടുപോയിരുന്നു. ഏകദേശം ദൗത്യത്തിന് ആനയെ ട്രാക്ക് ചെയ്ത് ആനയെ കണ്ടെത്തി ആനയെ വളഞ്ഞ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു മിഷന്റെ ആദ്യഘട്ടത്തിൽ പങ്കാളികളായി തിരിച്ച് വീണ്ടും ഈ ഫോറസ്റ്റ് ഡിപ്പോയിൽ കുങ്കി ആനകൾ മടങ്ങിയെത്തിയിരിക്കുകയാണ്. ഇന്ന് നിർണായക ദിനം തന്നെയാണ് മിഷന്റെ. കാരണം വലിയൊരു സമാനതകളില്ലാത്ത പ്രതിസന്ധി വനംവകുപ്പ് നേരിടുന്നുണ്ട്. വനംവകുപ്പ് പ്രതിരോധത്തിലായ ഒരു സാഹചര്യമാണ് സമീപകാലത്ത് ഉള്ളത്. അപ്പോൾ അതിനുള്ള ഒരു മറുപടി എന്നോണം വനം വകുപ്പിന് ഈ മിഷൻ പൂർത്തീകരിക്കുക, ആനയെ മയക്കുവെടി വെച്ച് മാറ്റുക എന്നുള്ളത് തന്നെയായിരിക്കും ഏറ്റവും വിജയകരമായി നാട്ടുകാർക്ക് ആശ്വാസമേകാൻ പറ്റിയ ഒരു കാര്യം. പക്ഷെ അങ്ങനെയെങ്കിൽ ഒരുപാട് വെല്ലുവിളികൾ ഇന്നും വനംവകുപ്പിന് മുന്നിൽ നിലനിൽക്കുന്നു എന്നുള്ളതാണ്. ഇന്നലെ ഈ മിഷൻ നീണ്ടുപോയ ഒരു സാഹചര്യത്തിൽ വലിയ പ്രതിഷേധങ്ങൾക്കാണ് സാക്ഷ്യം വഹിച്ചത്. ഇപ്പോഴും മണ്ണുണ്ടിയിൽ നിന്ന് രാഹുൽ നമുക്ക് വൈകാരിക പ്രതികരണങ്ങളാണ് എത്തിക്കുന്നത്. ഓരോ ദിവസവും കടന്നുകൂടുന്ന അവരുടെ ഭീതി, അവരുടെ ആശങ്ക. ഇന്ന് ഇങ്ങനെ ഒരു പ്രത്യേകമായി ആന കാടിറങ്ങി വന്ന ഒരു സാഹചര്യമില്ലെങ്കിൽ പോലും ഓരോ ദിവസവും, ഇന്നത്തെ സാഹചര്യമല്ല ഞാൻ പറയുന്നത്, സാധാരണ ദിവസങ്ങളിൽ പോലും അവർ ഓരോ ദിവസവും കടന്നു കൂട്ടുന്നത് അത് ആശങ്കയുടെ ദിനങ്ങളാണ്, ഭീതിയുടെ ദിനങ്ങളാണ്. അപ്പോൾ ഇങ്ങനെ ഒരു കൊമ്പൻ, ആളെക്കൊല്ലിയായ കൊമ്പൻ അവരുടെ പരിസര പ്രദേശത്ത് കൂടെ കറങ്ങി നടക്കുന്നു എന്ന് പറയുമ്പോൾ കണ്ണടയ്ക്കാൻ പോലുമുള്ള ഒരു മാനസികാവസ്ഥ അവർക്ക് സമാധാനമായി എങ്ങനെ ഉറങ്ങാൻ സാധിക്കുമെന്ന വൈകാരിക പ്രകടനങ്ങളൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അത് തന്നെയാണ് പ്രതിഷേധങ്ങളായൊക്കെ തുടരുന്നത്. ഇന്നും അവർ ഇന്നലെ ക്ഷമയോടെ കാത്തിരുന്നു. നാട്ടുകാർ ഉച്ചവരെ ഈ മയക്കുവെടി വെക്കുമെന്നൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. അങ്ങനെ ആ മയക്കുവെടി പാളിയപ്പോഴായിരുന്നു, ഈ ദൗത്യം പാളിയപ്പോഴായിരുന്നു, ദൗത്യം നീണ്ടു നിന്നപ്പോഴാണ് പ്രതിഷേധവുമായി ജനങ്ങൾ എത്തിയത്. അപ്പോൾ ആന എവിടെയുണ്ട്? അതാണ് ഇന്നത്തെ ദിനത്തിലെ നിർണായക ചോദ്യം. ആന എവിടെയുണ്ടെന്ന് ആദ്യം ട്രാക്കിംഗ് തുടർന്നുകൊണ്ടേയിരിക്കുന്നു എന്ന് വനംവകുപ്പ് അറിയിക്കുന്നു. ഓരോ മണിക്കൂറിലും വിവരങ്ങൾ ലഭ്യമാക്കുകയാണ് വനംവകുപ്പ്. അതിനനുസരിച്ച് ആണ് എന്തായാലും കാര്യങ്ങൾ നീങ്ങുകയുള്ളൂ. ആന എവിടെയുണ്ടെന്ന് ആദ്യം കണ്ടെത്തണം. ആന ഒന്നുകിൽ ഈ മണ്ണുണ്ടി മേഖലയിലാണോ, അങ്ങനെയെങ്കിൽ കർണാടക വന അതിർത്തിയിലേക്കൊക്കെ ആന കടക്കാനുള്ള സാഹചര്യമുണ്ട്. അങ്ങനെയെങ്കിൽ അവിടെ നിന്ന് മയക്കുവെടി വെക്കില്ല എന്ന് കർണാടക വനംവകുപ്പും വ്യക്തമാക്കിയിട്ടുണ്ട്. ആന അവിടെ തന്നെ തുടരുന്ന ഒരു സാഹചര്യവും ഉണ്ടാവും. ഇനി മറിച്ച് ഇന്നലെ ഉണ്ടായിരുന്ന ഈ ഒരു ബാവലിയോട് ചേർന്ന പ്രദേശത്താണെങ്കിൽ വനംവകുപ്പിനെ വളഞ്ഞ് മയക്കുവെടി വെക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകും. അപ്പോൾ ഇന്നത്തെ നീക്കം എന്ന് പറയുന്നത് ട്രാക്കിംഗ് കഴിഞ്ഞ ആനയെ എവിടെയുണ്ടെന്ന കൃത്യമായി ട്രാക്ക് ചെയ്തതിന് ശേഷമുള്ളൊരു നീക്കത്തിലേക്കായിരിക്കും വനംവകുപ്പ് നീങ്ങുക എന്നുള്ളത് തന്നെയാണ്. കുങ്കി ആനകൾ എന്തായാലും സജ്ജമാണ്. ഇന്നലെ മിഷന്റെ ആദ്യഘട്ടത്തിൽ പങ്കാളികളായി, ഇന്നലെ നടന്ന ദൗത്യത്തിൽ പങ്കാളികളായി മടങ്ങി വീണ്ടും ഈ ബാവലിയിലെ ഫോറസ്റ്റ് ഡിപ്പോയിൽ കുങ്കി ആനകൾ തുടരുന്നുണ്ട്. നാട്ടുകാരുടെ വലിയൊരു ആശങ്കയുണ്ട്. അതിന് വിരാമമാക്കാൻ ആനയെ പിടികൂടേണ്ടതായിട്ടുണ്ട്. എന്തായാലും ആന എവിടെയുണ്ടെന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വരും മണിക്കൂറിൽ വ്യക്തമാകും. വനംവകുപ്പിൽ നിന്ന് കൂടുതൽ സ്ഥിരീകരണം വരും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. മോത്തി. ശരി അരുൺ.